നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്ന് നാം സംസാരിക്കുന്നത് ഒബീസിറ്റിയും അതിൻ്റെ ആഹാര ക്രമീകരണവും. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ശരീരഭാരം കൂടി നിൽക്കുക. ഒന്നിൽ ഓവർ വെയ്റ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒബീസിറ്റി ആയിട്ടിരിക്കുക. ഒരു ശരീരഭാരം നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് 10 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഓവർ വെയ്റ്റ് ആയിട്ടും 20 കിലോ കൂടുതലുണ്ടെങ്കിൽ ഒബീസിറ്റി എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇതിനെല്ലാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജീവിത ശൈലിയിൽ വരുത്തേണ്ട ഒരു ക്രമപ്പെടുത്തലുകൾ, ഭക്ഷണ ക്രമീകരണത്തിലുള്ള സമയനിഷ്ഠയായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം, ആഹാരത്തിൽ ഫൈബറും നാരുകളും അതുപോലെ തന്നെ കൂടുതൽ അളവിൽ ന്യൂട്രിയൻസും ഉള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. ഇനിയും എക്സസൈസ്, കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് ശീലിക്കുക. ഇതെല്ലാം നോക്കിയാൽ തന്നെ വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റും. ഇനിയും ആദ്യം തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരു ബോഡി ചെക്കപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഒന്ന് ഡയഗ്നോസ് ചെയ്യുക. അതല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുക. ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണ്, ലിപ്പിഡ് പ്രൊഫൈൽ പ്ലാൻ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ TSH തൈറോയിഡ് ടെസ്റ്റുകൾ നടത്തുക. PCOD ഉണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോണൽ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വെയിറ്റ് റിഡക്ഷൻ ഡയറ്റിലേക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവരുടെ ഷുഗർ വാല്യൂ കറക്റ്റാണോ എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ കൊളസ്ട്രോളോ തൈറോയിഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കറക്ഷൻ വരുത്തിയാൽ മാത്രമേ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് വെക്കുക എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് പ്രധാന ആഹാരം, നമ്മളുടെ എല്ലാവരുടെയും പ്രധാന ആഹാരം ചോറ്, ദോശ, ചപ്പാത്തി, അതുപോലെയുള്ള അരി, ഗോതമ്പ്, ഓട്സൊക്കെ ചേർന്ന ആഹാരങ്ങളാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതിന് പകരമായിട്ട് ഫൈബറായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ്സുകളും കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് ഒരു ഡയറ്റ് പ്ലാൻ തന്നെ വേണം. ഇനി നമ്മൾ ഏറ്റവും സെലക്ട് ചെയ്യുന്ന ഇപ്പം റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ, മൈദ പ്രോഡക്ട്സുകൾക്ക് പകരമായി നാരുകൾ, തവിടോടുകൂടിയുള്ള അരിവർഗ്ഗങ്ങൾ, അതുപോലെ ചുവന്ന അരി, മുഴുവൻ ഗോതമ്പിലുള്ള ആഹാരങ്ങൾ, ഓട്സുകൾ, മില്ലറ്റുകൾ, ഇവയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി പ്രോട്ടീനിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. കൂടുതൽ അളവിൽ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ എളുപ്പമാണ്. പ്രോട്ടീന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത് വൈറ്റ് മീറ്റുകൾ, എഗ് വൈറ്റ് അല്ലെങ്കിൽ ഹോൾ എഗ്ഗ് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫിഷ്, ചിക്കൻ, അതുപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പുകൾ, ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ക്രമപ്പെടുത്തലുകൾ, എത്ര അളവ് വേണം, ഇതെല്ലാം ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന് തീരുമാനിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പച്ചക്കറികൾ, ഒരു ദിവസത്തെ പച്ചക്കറികളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇലക്കറികളിൽ ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റമിൻസ് ഒക്കെ ഹൈ ലെവലുള്ളതാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. പച്ചക്കറികൾ ഒരു ദിവസത്തേക്ക് 2.5 കപ്പ് പച്ചക്കറികളെങ്കിലും ആഡ് ചെയ്യേണ്ടതാണ്. ഇനി പഴങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കലോറി കുറവുള്ള പഴങ്ങൾ, കലോറി കൂടുതലുള്ളവയാണ് ഏത്തപ്പഴം, മാങ്ങ, ഗ്രേപ്സ്, പൈനാപ്പിൾ, ഇതെല്ലാം കലോറിഫിക് വാല്യൂ ഹൈ ആയിട്ടുള്ള പഴങ്ങളാണ്. കുറവുള്ള പഴങ്ങൾ ആപ്പിള്, പേരയ്ക്ക, പപ്പായ, അതുപോലെ നാരങ്ങാ വർഗ്ഗത്തിൽപ്പെട്ട പഴങ്ങൾ, പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഒരു ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുമ്പോൾ സ്മൂത്തി ആയിട്ട് എടുക്കുകയാണെങ്കിൽ കൂടി അതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാതെ എടുക്കുന്നത് ഏറ്റവും നല്ലത്. എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ കഴിവതും ഒഴിവാക്കി നിർത്തണം. ഇനി പാലിൻ്റെ ഉപയോഗം, മുഴുവൻ പാൽ ഉപയോഗിക്കാതിരിക്കുക. പാട നീക്കിയ പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ബേക്കറിയിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ മൈദ ചേർന്ന ആഹാരങ്ങൾ, റെഡി ടു യൂസ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്സുകൾ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസുകൾ, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ, റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റുകൾ, ഷെൽഫിഷസ്, കക്ക, ഞണ്ട്, കൊഞ്ച് പോലെയുള്ള ഷെൽഫിഷസുകൾ, ഓർഗൻ മീറ്റുകൾ, ഇതെല്ലാം കഴിവതും ഒന്ന് കുറച്ച് വെക്കുക. പിന്നെ ഉപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ മിതമായേ ഉൾപ്പെടുത്താവുള്ളൂ. ആൽക്കഹോള്, സ്മോക്കിങ്, ഇതെല്ലാം കഴിവതും ഒഴിവാക്കി നിർത്തുക. ഇനി ഭക്ഷണം ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 30 മിനിറ്റെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടേണ്ടതാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള ബോഡി വെയ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എക്സസൈസ് നിർബന്ധമായിട്ടും വേണം. ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം. ജോഗിങ്,
സ്വിമ്മിങ്, ഇതുപോലെ ഡാൻസിങ്, ഇതുപോലെയുള്ള ഏത് എക്സസൈസും ആകാം. പക്ഷേ ഇതെല്ലാം നമുക്ക് മനസ്സിന് ഹാപ്പിനെസ് തരുന്നതാണ്. ഡെയിലിയുള്ള എക്സസൈസും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, ആഹാര ക്രമീകരണത്തിലുള്ള മാറ്റങ്ങൾ, നല്ല ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം, ഇവയെല്ലാം കൊണ്ട് നമുക്ക് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്.